ശ്രദ്ധയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി DM Tech ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രദ്ധയെക്കുറിച്ചാണ്. ശ്രദ്ധ വഴി എങ്ങനെയാണ് ഒരാൾക്ക് ജ്ഞാനം ലഭിക്കുക? ശ്രദ്ധയുള്ളവനാണ് ഈ ലോകത്ത് ജ്ഞാനം ലഭിക്കുന്നത്, അല്ലാതെ പുസ്തകം തലയിൽ വെച്ചുറങ്ങിയവനല്ല. നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, യൂട്യൂബിൽ 5-6 മോട്ടിവേഷൻ വീഡിയോ കണ്ടാൽ തന്നെ അടുത്ത ദിവസം ലൈഫ് കോച്ച്, 2-ാമത്തെ ദിവസം സ്പിരിച്വൽ ഗുരു, 3-ാം ദിവസം ബിസിനസ് മെൻറ്റർ, 4-ാം ദിവസം രാവിലെ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അലാറം 5-6 തവണ അടിക്കും, എന്നാൽ എഴുന്നേൽക്കില്ല. കാരണം ജ്ഞാനം എന്നതൊരു കേട്ടറിവല്ല, അതൊരു തീയാണ്. അത് കത്താൻ ശ്രദ്ധയെന്ന ഒന്ന് വേണം. എന്താണ് ശ്രദ്ധ? ശ്രദ്ധ എന്നത് മനസ്സ് പരിപൂർണമായി ഒരിടത്ത് പിടിച്ചു നിർത്തുവാനുള്ള കഴിവാണ്. ജീവിതത്തിൽ വിജയിക്കുവാൻ ശ്രദ്ധ വേണം. ഇപ്പോൾ പലർക്കുമുള്ള വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മനസ്സ് ഒരിടത്തുമില്ല. പഠിക്കാനായി പുസ്തകം തുറക്കും, പക്ഷേ 5 മിനിറ്റിന് ശേഷം റീൽസ് കാണും. നാമം ജപിക്കുവാനിരിക്കും ഈശ്വരൻ്റെ, പക്ഷേ 2-ാമത്തെ മിനിറ്റിൽ ചായ വേണമെന്ന് തോന്നും. പഠിക്കുവാനിരിക്കും, പക്ഷേ പഴയ പ്രണയം ഓർമ്മ വരും. ഒരു കാര്യത്തിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, ആഴത്തിൽ അതിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ എങ്ങനെയാണ് ജ്ഞാനം നമുക്ക് ഉപകാരപ്പെടുക? എങ്ങനെയാണ് ജ്ഞാനം നമ്മളിൽ വർക്ക് ചെയ്യുക? ജ്ഞാനം മഴ പോലെ പെയ്യുന്നില്ല. ഒരു വിത്ത് മണ്ണിൽ വീണാൽ ഉടനെ മരമാകുമോ? ഇല്ല. നല്ല വളക്കൂറുള്ള മണ്ണ് വേണം, വെള്ളം വേണം, സൂര്യപ്രകാശം വേണം, നല്ല കാലാവസ്ഥ വേണം. അപ്പോഴാണ് ഒരു വിത്ത് മുളയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് ജ്ഞാനവും. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് 2 ദിവസം ഇരുന്നാൽ ആരും മഹാത്മാവാകില്ല. ഒരു പുസ്തകം വായിച്ചാൽ ആരും പണ്ഡിതനുമാകില്ല. ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടാൽ ജീവിതം മാറില്ല. പക്ഷേ ശ്രദ്ധയോടെ അകത്തേക്ക് മനസ്സിലാക്കിയെടുത്താൽ, അതായത് പതിയെ പഠിച്ചാൽ, അത് മനുഷ്യനെ അകത്തു നിന്ന് നമ്മളെ മാറ്റി തുടങ്ങും. നമ്മുടെ നാട്ടിലെ പഴയകാലത്തെ കളരിഗുരുക്കന്മാർ അങ്ങനെയായിരുന്നു. ആദ്യം അവർ പഠിപ്പിച്ചത് അടി തടയലല്ലായിരുന്നു. ആദ്യം പഠിപ്പിച്ചത് എങ്ങനെ ശ്രദ്ധിക്കണമെന്നുള്ളതായിരുന്നു. കാരണം വാൾ പിടിക്കുന്നതിന് മുമ്പ് മനസ്സ് പിടിക്കണം. മനസ്സ് കൈവിട്ടവൻ്റെ കയ്യിൽ ആയുധം കൊടുത്താൽ അത് വളരെ അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ ഒരു വീഡിയോ പോലും ആളുകൾ മുഴുവനായി കാണുന്നില്ല. ആദ്യത്തെ 5 സെക്കൻഡിൽ അത് സ്കിപ്പ് ചെയ്യും. 1 മിനിറ്റ് കഴിയുമ്പോൾ നെക്സ്റ്റ്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു കുട്ടിക്കുരങ്ങ് പോലെയായി മാറിക്കഴിഞ്ഞു. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യന് സമാധാനമില്ലാത്തത്. നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാര്യം നോക്കൂ. ഇന്നത്തെ പോലുള്ള ഡിഗ്രികൾ അന്ന് അപ്പൂപ്പന്മാർക്ക് ഇല്ലായിരുന്നു. പക്ഷെ നല്ല ജീവിത വീക്ഷണമുണ്ടായിരുന്നു. എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയായിരുന്നു. ജീവിത ബുദ്ധി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അവർ കേൾക്കേണ്ടത് കേൾക്കുമായിരുന്നു, പ്രകൃതിയെ ശ്രദ്ധിക്കുമായിരുന്നു, അറിയേണ്ടത് അറിയാൻ അവർ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു കർഷകൻ മണ്ണ് നോക്കിയാൽ മഴ വരുമോ ഇല്ലയോ എന്ന് പണ്ടുള്ളവർ പറയും. ഇന്നത്തെ ചിലർ മറ്റേ വെതർ ആപ്പൊക്കെ നോക്കിയിട്ട്, അപ്ഡേറ്റ് നോക്കിയിട്ട് അവർ കുടയെടുക്കാൻ മറക്കും. ജ്ഞാനം പുസ്തകത്തിൽ മാത്രമല്ല, അത് ജീവിതത്തിലുമുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ ശ്രദ്ധ വേണം. കൂട്ടുകാരെ, ജീവിതത്തിൽ ഷോർട്ട് കട്ട് കൊണ്ട് ജീവിതത്തിൽ ആർക്കും തന്നെ ഉയരത്തിലെത്താൻ പറ്റില്ല. ചെറുപ്പത്തിൽ സൈക്കിൾ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം വീണിട്ടുണ്ട്, മുട്ടുപൊട്ടിയിട്ടുണ്ട്, ചങ്ങല വിട്ടുപോയിട്ടുണ്ട്. വീട്ടിൽ ചെന്നാൽ അമ്മ വഴക്ക് പറയും, നാളെ വീണ്ടും പോയി വീഴാനാണോ? പക്ഷെ നമ്മൾ പഠിച്ചു. എന്തുകൊണ്ട്? ശ്രദ്ധയുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ജ്ഞാനത്തിനും. വീഴ്ചകൾ വേണം, പരാജയങ്ങൾ വേണം, നല്ല ചോദ്യങ്ങൾ വേണം. എന്നാലും നമ്മൾ കൂടുതൽ ശക്തമായി ആലോചിക്കുക പോലുമുള്ളൂ. പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ സ്കൂൾ. ഒരു തേൻ എടുക്കുന്ന പൂവിൽ ഒരു തേനെടുക്കുന്ന കുരുവി, അത് തേനെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയുണ്ട്. അതുകൊണ്ടാണ് തേന് മധുരമുള്ളത്. അതുപോലെ തന്നെയാണ് തേനീച്ചകളും. അത് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തേന് കൂടുതൽ മധുരമുണ്ടാകുന്നു. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കണം. ആ പാഠങ്ങളാണ് ജീവിതത്തിൽ അവന് മധുരം പകരുന്നത്. പരാജയങ്ങളിൽ നിന്നുള്ള പാഠം, വേദനയിൽ നിന്ന് ശക്തി, സന്തോഷത്തിൽ നിന്ന് നന്ദി, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ജ്ഞാനം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനമെന്നത് ഒരു വരി മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ശ്രദ്ധയുള്ളവൻ വലിയ കാര്യങ്ങൾ പോലും നന്നായി ചെയ്യാൻ കഴിയും. ഒരു മഴത്തുള്ളിയിൽ ഒരു വ്യക്തി പ്രകൃതിയെ കാണും,
ഒരു കർഷകൻ്റെ വിയർപ്പിൽ ജീവിതം കാണും. ഒരു അമ്മയുടെ മൗനത്തിൽ സ്നേഹം കാണും. പക്ഷേ ശ്രദ്ധയില്ലാത്തവൻ്റെ കയ്യിൽ ഒരു സ്വർണം കൊടുത്താലും കല്ല് ആണെന്ന് കരുതി അത് കളയും. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്താലും പഠിക്കുമ്പോൾ പഠിക്കുക, സ്നേഹിക്കുമ്പോൾ ഉള്ളറിഞ്ഞ് മുഴുവൻ സ്നേഹിക്കുക, ജപിക്കാനിരിക്കുമ്പോൾ മനസ്സ് ചേർത്ത് ജപിക്കുക, ജീവിക്കുമ്പോൾ ഉണർന്നിരുന്ന് ജീവിക്കുക. കാരണം ജ്ഞാനം എന്നത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല, ശ്രദ്ധയുള്ള മനസ്സിൽ എന്നാണ് അത് വരുന്നത്. ശ്രദ്ധയുള്ള മനസ്സിൽ അകത്തു നിന്നാണ് അശ്രദ്ധ വരുന്നത്, അവിടെ നിന്നാണ് ജ്ഞാനം വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.